നമസ്കാരം. ഈ വീഡിയോ കാണുന്നവർ ഇത് മുഴുവനായിട്ട് കേൾക്കാനുള്ള സമയം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് കേട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യത്തെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടുന്നു. കുറേ കഴിഞ്ഞ് അതിന് താഴെ മറ്റൊരു റിപ്ലൈ ആയിട്ടൊരു കമൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കേട്ടില്ലേ, അവസാന ഭാഗത്ത് അത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇത് പറയുന്നുണ്ട്, മുഴുവൻ കേൾക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെയുള്ള കമൻറ്റുകൾ സാധാരണ നമ്മുടെ വീഡിയോകളിൽ കാണാറുണ്ട്. എത്ര സമയം ഒരു വീഡിയോ കാണണം, ഇതൊക്കെ പ്രേക്ഷകരുടെ ഇഷ്ടമാണെങ്കിലും ഇന്നത്തെ വിഷയം ഒരല്പം സങ്കീർണമായതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ എല്ലാവരും ഇതൊന്ന് മുഴുവൻ കേൾക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. നമുക്ക് ആരംഭിക്കാം. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും നമ്മൾ ഈ ഒരു കാര്യം ഓർമ്മിക്കാറുണ്ട്. പക്ഷേ 99% ആളുകൾക്കും വിവേകാനന്ദൻ എന്തുകൊണ്ട് കേരളത്തെ അങ്ങനെ വിളിച്ചു എന്നുള്ള യഥാർത്ഥ കാരണം അറിയില്ല. ആ സമയത്ത് ഇന്ന് നമ്മൾ കേരളം എന്ന് വിളിക്കുന്ന ഭൂപ്രദേശങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലൊക്കെ ക്രിസ്തു മതത്തിലേക്ക് താഴ്ന്ന ജാതിക്കാർ വലിയ തോതിൽ മതപരിവർത്തനം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. വിവേകാനന്ദൻ അന്ന് മലബാറിൻ്റെ പേര് പോലും പറഞ്ഞുകൊണ്ട് അന്ന് നടത്തിയ പ്രസംഗം മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം ചോദിക്കുന്നത്, താഴ്ന്ന ജാതിക്കാരെ, അവർണരെ നിങ്ങൾ വഴി നടക്കാൻ പോലും അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അന്ന് എന്തൊക്കെയാണ് നടന്നത് എന്ന് എല്ലാവർക്കും ഒരു ഊഹമുണ്ടാകും. ഇതൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്: ഇങ്ങനെയുള്ള ഇവർ ക്രിസ്തു മതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്കോ മതപരിവർത്തനം ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ആ മതങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് പിന്നീട് ഒരു വിലക്കും ഏർപ്പെടുത്തുന്നില്ല, അവരെ പലതിനും അനുവദിക്കുകയാണ്. അവർക്ക് വഴി നടക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും, അത്ര നാൾ അവർക്ക് നിഷേധിക്കപ്പെട്ട പല കാര്യവും അവർക്ക് പിന്നീട് സാധ്യമാവുകയാണ്. ക്രിസ്ത്യാനി ആയാൽ അല്ലെങ്കിൽ മുസ്ലിം ആയാൽ ഇതെന്ത് പരിപാടിയാണ്? ഏത് ധർമ്മം അനുസരിച്ചിട്ടാണ് ഇത് ശരിയായി വരിക? ഇതുകൊണ്ടല്ലേ എല്ലാവരും മറ്റു മതങ്ങളിലേക്ക് പോകുന്നത് എന്നൊക്കെയുള്ള ആകുലതകളാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിനും ലോകത്തിനും ഒക്കെ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ഒരു മഹത് വ്യക്തി തന്നെയാണ്. എന്നാൽ അന്ന് കേരളത്തെ അദ്ദേഹം ഭ്രാന്താലയം എന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം ഇതാണ്. അപ്പോൾ ഇതിനെ നഖശിഖാന്തം എതിർക്കാനായിട്ട് കുറേ ആളുകൾ ഇപ്പോൾ തന്നെ കമൻറ്റുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവരോട് ഒരൊറ്റ ചോദ്യം, സാമാന്യം ഒന്ന് ചിന്തിച്ചാൽ മതി. വിവേകാനന്ദൻ എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ നാടായ ബംഗാളിലൊക്കെ അന്ന് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ഇന്നും എന്തൊക്കെയാണ് നടക്കുന്നത്? അന്ന് ഭാരതത്തിൻ്റെ ഏത് പ്രദേശങ്ങളിലും കേരളത്തോട് കിടപിടിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലേതിന് സമാനമായ ജാതീയമായ ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിടത്തു നിന്ന് വന്നിട്ടാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ അന്നൊരു സായിപ്പ് വന്നിട്ട് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ വിവേകാനന്ദൻ തന്നെ വരുന്നത് എവിടെ നിന്നാണ്? ബംഗാളിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മൊത്തത്തിൽ സതി പോലെയുള്ള അനാചാരങ്ങൾ നിരോധിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ആ ചിതയിൽ ചാടി മരിച്ചു കൊള്ളണം, അങ്ങനെ സ്വന്തം താല്പര്യത്തോടെ ചാടി മരിക്കുന്നതാണ് പുരാണങ്ങളിലും മറ്റുമൊക്കെ കേട്ടിട്ടുള്ളതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത് വളരെ പ്രായം ചെന്ന ആളുകളെ ആയിരിക്കും മിക്കവാറും ഇങ്ങനെ വിവാഹം കഴിക്കുക. കൗമാരപ്രായം കഴിയുന്നതിന് മുൻപേ തന്നെ ചിലപ്പോൾ ഭർത്താവ് മരിച്ചിട്ടുണ്ടാകും. ആ ചിതയിലേക്ക് എടുത്തു ചാടാനൊന്നും ഇവർ തയ്യാറാവില്ല. പക്ഷേ ഈ സ്ത്രീയെ അല്ലെങ്കിൽ യുവതികളെ, മിക്കവാറും പെൺകുട്ടികളെ മദ്യപിച്ച് അവരുടെ അബോധാവസ്ഥയിൽ ഒരു പാതി ബോധത്തിലാക്കിയതിന് ശേഷം നീളമുള്ള കമ്പുകളും വടികളും ഒക്കെ വെച്ച് ഇവരെ ചിതയിലേക്ക് വീണ്ടും വീണ്ടും അടിച്ചിടുകയായിരുന്നു. പറ്റാവുന്നത്ര കത്തിക്കരിയുന്ന ദേഹവുമായിട്ട് അവർ ഓടി നടന്ന് ഒടുക്കം ആ ചിതയിൽ തന്നെ അടിച്ച് വീഴ്ത്തി. അങ്ങനെ അതിദാരുണമായൊരു ക്രൂര വിനോദമായിരുന്നു അന്ന് സതി എന്ന പേരിൽ നടന്നുകൊണ്ടിരുന്നത്. അന്ന് 10,000-ലധികം സ്ത്രീകളുടെ തന്നെ പ്രതിഷേധ ജാഥകളൊക്കെ നടക്കുന്നുണ്ട്. ഇരകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം അനാചാരങ്ങളൊക്കെ അന്നും ഇന്നും സംരക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ സതി അനുഷ്ഠിച്ചോളാം, പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് അന്നും കുറേ സ്ത്രീകൾ പുറത്തിറങ്ങിയിരുന്നു. രാജാറാം മോഹൻ റോയിയെ പോലെയുള്ളവർ അന്ന് തന്നെ പ്രബലമായ അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള കുടുംബത്തിലെ അംഗമായിട്ട് പോലും ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്നു. ഇന്ന് അദ്ദേഹം നമുക്കൊരു നവോത്ഥാന നായകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും സ്നേഹിച്ച സ്വന്തം അമ്മ പോലും അദ്ദേഹത്തിനെതിരായിരുന്നു മരണം വരെയും. കാരണം മതത്തിനെതിരെ അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കെതിരെ, ദൈവത്തിനെതിരെ ഇവൻ എന്തോ ചെയ്യുന്നു എന്നുള്ളൊരു ധാരണയായിരുന്നു അന്നുള്ള മിക്ക ആളുകൾക്കും. പക്ഷേ ഇന്ന് നമുക്ക് കാര്യങ്ങൾ അറിയാം. ഇതേപോലെ തന്നെയാണ് ഇന്ന് മതത്തെ വിമർശിക്കുന്നവരെയും അല്ലെങ്കിൽ മതത്തിന് പുറത്ത് കടക്കണമെന്ന് പറയുന്നവരോടും പലർക്കുമുള്ള മനോഭാവം. ഇത് പറയാൻ കാരണം, കേരളം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായി കിടക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറിമാരും ഇസ്ലാം മതവും ഒക്കെയാണ്. ഇതേതെങ്കിലും മതങ്ങളുടെ പരസ്യമല്ല. എല്ലാ മതങ്ങളിൽ നിന്നും മനുഷ്യൻ ഇന്ന് പുറത്ത് കടക്കേണ്ട ആവശ്യകതയുമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് ചരിത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ മുഴുവനായി കേൾക്കുക എന്നുള്ളത്.
നമുക്കെപ്പോഴും നമ്മുടെ കേരളത്തെക്കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ശ്യാമസുന്ദര കേരകേദാര ഭൂമി എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമായ പഴയ മനോഹരമായ പാരമ്പര്യം ഒക്കെ ഉള്ള ഒരു ഭൂമി എന്നാണ്. എന്നാൽ പണ്ടത്തെ കേരളം ഭൂമിയിലെ നരകമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. 8-ാം നൂറ്റാണ്ട് മുതലൊക്കെ ബ്രാഹ്മണരുടെ വലിയ തോതിലുള്ള കുടിയേറ്റം കേരളത്തിൽ വരികയും, അല്ലെങ്കിൽ ആ ഒരു സമയമായപ്പോഴേക്കും അവരിവിടെ പ്രബല ശക്തികളാവുകയും ആ ഒരു ന്യൂനപക്ഷത്തിന് സുഖിക്കുവാൻ വേണ്ടി ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരെയും അല്ലെങ്കിൽ അവർണരെയും ജാതിയുടെയും മറ്റുമൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്തിരുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മനുഷ്യൻ എന്നുള്ള പരിഗണന പോലും ഭൂരിഭാഗം വരുന്ന ഈ അവർണർക്കും അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവർക്കും ഉണ്ടായിരുന്നില്ല. തീണ്ടാപ്പാട് ദൂരവും അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഇതൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എങ്കിൽ പോലും അന്നത്തെ അവസ്ഥ എത്ര ഭയാനകമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മിഷണറിമാർ ഇവിടെ കൊണ്ടുവന്ന മാറ്റം എങ്ങനെയുള്ളതായിരുന്നു എന്ന് മനസ്സിലാവുകയുള്ളൂ. ലോകത്ത് പലയിടത്തും പല അവകാശങ്ങൾക്കും വേണ്ടിയാണ് നവോത്ഥാനം നടക്കുന്നതെങ്കിൽ കേരളത്തിൽ തുണി ഉടുക്കുവാൻ, നാണം മറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് നവോത്ഥാനം ആദ്യം വരുന്നത് എന്ന് പറയാം. വഴി നടക്കാനുള്ളതും അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനവും ഒക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. ഇത് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് മാറു മറച്ചിരുന്നില്ല വലിയ രാജ്ഞിമാരും അല്ലെങ്കിൽ ഉന്നത ജാതിയിലുള്ള പലരും പോലും. എല്ലാവരുടെയും കാര്യമല്ല. അതായത് അന്ന് അതൊരു ശീലമല്ല. രാജാവായിട്ട് നിൽക്കുന്ന ആൾക്ക് പോലും ഒരു നല്ല ഉടുമുണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വസ്ത്രങ്ങളോ ഒക്കെ കുറവായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചിത്രകാരന്മാരുടെ പെയിന്റിങ്ങുകളൊക്കെ നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. മുലക്കരം കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മുലക്കരവും ആണുങ്ങൾക്ക് തലക്കരവും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. എന്തിനും ഏതിനും കരമായിരുന്നു. ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും വാങ്ങുമ്പോൾ അതിനൊക്കെ ഒരു ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ പണ്ട് ഇവർക്കൊന്നും കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ ജീവിച്ചു പോകുന്നതിന് അല്ലെങ്കിൽ അടിമകളായി ജീവിക്കുന്നതിന് പോലും കരം കൊടുക്കണമായിരുന്നു. മീശ വയ്ക്കുന്നതിന് കരം, കല്യാണം നടത്തുന്നതിന് കരം, ഏതെങ്കിലും പണിയായുധങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലുള്ള കരം, ഇങ്ങനെ എന്തിനും ഏതിനും കരമായിരുന്നു. അപ്പോൾ അന്ന് ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾ പോലും മാറുമറയ്ക്കുന്നത് പതിവില്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കാലക്രമേണ മാറുമറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നത്? ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ അവരിവിടെ ആധിപത്യം നേടുന്നതിന് മുൻപ്, അവരുടെ നിയന്ത്രണത്തിലെ കേരളത്തിലെ രാജഭരണം ആവുന്നതിന് മുൻപ് ഒരു കമ്പയർ ചെയ്യാനുള്ള സാഹചര്യം പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതായത് കേരളം എന്ന് പറയുന്ന ഈ പൊട്ടക്കിണർ അല്ലെങ്കിൽ ഈ ഇട്ടാവട്ടത്ത് ആളുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് മാത്രമേ അവർ കാണുന്നുള്ളൂ. എന്നാൽ യൂറോപ്പിലുള്ളവർ ഇവിടെ വന്നപ്പോൾ അവരിവിടെ ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വ്യവസായങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അവരിവിടെ പല നഗരങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെല്ലാം ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. അവരാണ് അതിനെ ഒരു സിറ്റി ആയിട്ട് അന്ന് വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് ഭാരതം മുഴുവനുമൊക്കെ ആയപ്പോൾ കേരളത്തിൽ നിന്നുമൊക്കെ ഇവരുടെ വീടുകളിലും ഫാക്ടറികളിലും തോട്ടങ്ങളിലും ഒക്കെ പണി ചെയ്യാൻ പോയവരും അല്ലെങ്കിൽ ചിലരെങ്കിലും വീട്ടുജോലിക്കെങ്കിലും യൂറോപ്പിലേക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പോയപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് ലോകത്തെല്ലായിടത്തും മനുഷ്യർ ഇങ്ങനെയല്ല ജീവിക്കുന്നത്. കേരളത്തിൽ അന്ന് വരെ താഴ്ന്ന ജാതിയിലുള്ളവർക്കെല്ലാം ജോലിക്ക് കൂലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുട്ടത്ത് മാത്രമാണ് അവർ ജോലി ചെയ്യാതിരിക്കുക. കാരണം ഇരുട്ടത്ത് എണ്ണ ചിലവാക്കി ജോലി ചെയ്യിപ്പിക്കുന്നത് മുതലാവില്ല എന്നുള്ളത് കൊണ്ട് ഇരുട്ടത്ത് അവരെ പണിയെടുപ്പിക്കുന്നത് വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ ആവശ്യ സന്ദർഭങ്ങളിൽ മാത്രമായിരുന്നു. നേരം പുലർന്നാൽ പിന്നീട് ഇരുട്ടുവോളം പണി എന്നുള്ളത് തന്നെയായിരുന്നു. ഇതിന് പ്രതിഫലമായി കൊടുത്തിരുന്നത് അവർക്ക് തുച്ഛമായ ആഹാരം കൊടുത്തിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇതിനും പുറമെ ഊഴിയം വേല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ രാജാവിന് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടി സൗജന്യമായി ചെയ്തു കൊടുക്കേണ്ട ജോലികളും അവർ ചെയ്യേണ്ടിയിരുന്നു. കൂലി എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്ന് അവർക്കറിയില്ല. ചെയ്യുന്ന ജോലിക്ക് ആഹാരം മാത്രമല്ല, അതിനും പുറമെ പണമായിട്ടൊരു തുക വാങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതോടെയാണ്. അവരുടെ വസ്ത്രധാരണ രീതി കണ്ടപ്പോഴാണ് ഇവിടെ ഉള്ളവർക്ക് അല്പം കൂടി ശരീരമൊക്കെ മറക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാകുന്നത്. ഇന്ന് ഒരു കോഴിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ബ്രോയിലർ കോഴികളെ എങ്ങനെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്? അതിനെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നതിനോ ആർക്കും ഒരു തടസ്സവുമില്ല എന്ന് പറയുന്നത് പോലെയാണ് പുരാതന കേരളത്തിലെ സവർണര് അവർണരോട് പെരുമാറിയിരുന്നത്. അവരെ എവിടെയിട്ട് വേണമെങ്കിലും അവർക്ക് തല്ലിക്കൊല്ലാമായിരുന്നു. ആരും ചോദിക്കാൻ വരില്ല. അടിമകളെ പോലെ അവരെ വിറ്റിരുന്നു. ഏറ്റവും കൂടുതൽ പ്രസവിക്കുവാൻ ആരോഗ്യം കൂടുതലുണ്ട് എന്ന് തോന്നുന്ന അടിമ സ്ത്രീക്കായിരുന്നു ഏറ്റവും വില കിട്ടിയിരുന്നത്. നല്ല ആരോഗ്യമുള്ള ഇണകളെ ഇവർ തന്നെ തിരഞ്ഞെടുത്ത് കൂടുതൽ ആരോഗ്യമുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇവരുടെ പാടങ്ങളിലും മറ്റുമൊക്കെ ജോലി എടുപ്പിക്കുവാൻ വേണ്ടി മാത്രം. അതായത് അടിമ സമ്പ്രദായം എന്ന് പറയുന്നത് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. ഇവരെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു പഴയ കേരളം.
ഇതെല്ലാം പറയുമ്പോഴും പലരും ചിന്തിക്കുന്നത് കുറേ ബ്രാഹ്മണ കുടുംബങ്ങൾ അല്ലെങ്കിൽ നായർ കുടുംബങ്ങൾ അവരൊക്കെ മാത്രം സുഖിച്ച് ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുമല്ല. ഏത് ജാതിയിലുള്ള അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലുള്ളവരായിരുന്നുവെങ്കിലും സ്ത്രീകളെല്ലാം നരകതുല്യമായ ജീവിതം തന്നെയാണ് പഴയ കേരളത്തിൽ നയിച്ചിരുന്നത്. മറയ്ക്കുള്ളിലെ മഹാനരകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണ സ്ത്രീകളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളത് പലർക്കും അറിയാവുന്നതാണ്. മൂത്ത നമ്പൂതിരി മാത്രമാണ് വിവാഹം കഴിക്കുക, ബാക്കിയുള്ളവരൊക്കെ ഇളയവരൊക്കെ സംബന്ധത്തിന് അല്ലെങ്കിൽ നായർ ഭവനങ്ങളിൽ പോയിരുന്നതും അങ്ങനെയുള്ള കേരളത്തിന്റെ പഴയ ഭൂതകാലം മുഴുവൻ പറഞ്ഞ് സമയം കളയുന്നില്ല. പക്ഷെ അന്നത്തെ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ മാറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ബ്രാഹ്മണ കുടുംബങ്ങളെ തന്നെ മൂത്ത പെൺകുട്ടി മാത്രം വിവാഹം കഴിച്ചിരുന്നതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം നിത്യകന്യകമാരായിട്ട് അല്ലെങ്കിൽ വൃദ്ധകന്യകമാരായിട്ട് മരിക്കുന്നതായിരുന്നു പതിവ്. ഇതിനെല്ലാം പുറമെ അവർക്ക് 100 കൂട്ടം നിയമങ്ങളുണ്ട്. അവരെ അന്യപുരുഷന്മാർ കാണാൻ പാടില്ല. ഇതൊക്കെയാണ് മറയ്ക്കുള്ളിലെ മഹാനരകം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്മാർത്ത വിചാരം, താത്രിക്കുട്ടി, ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രം കഥകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇനി നായന്മാരുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ സംബന്ധം പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് നമ്പൂതിരിയുടെ മകനാണ് മകളാണ് എന്ന് പോലും ഉറപ്പില്ലാതിരുന്നുകൊണ്ട് പിന്നീട് ഗൃഹനാഥൻ്റെ ഒരു സ്ഥാനം അമ്മാവന് തന്നെ പ്രധാനമായിട്ട് വരികയും അച്ഛനേക്കാളും അമ്മാവന് സ്ഥാനം ലഭിക്കുകയും മന്നത്ത് പത്മനാഭനെ പോലെയുള്ളവർ നടത്തിയിട്ടുള്ള ഒരുപാട് നവോത്ഥാനങ്ങൾ, അച്ഛൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അച്ഛ എന്ന് വിളിക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. ദൂരെ മാറിപ്പോകുന്ന നമ്പൂതിരിയെ ഒളിച്ച് കാണിച്ചു കൊടുത്ത ഒരമ്മയുടെ അവസ്ഥ. ഒരു സ്ത്രീക്ക് തന്നെ ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടായിരിക്കുക അല്ലെങ്കിൽ സംബന്ധക്കാരുണ്ടായിരിക്കുക. അതേസമയം തന്നെ ഒരു പുരുഷന്മാർക്ക് പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ടാവുക. അല്ലെങ്കിൽ നമ്പൂതിരിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടന്നിരുന്ന പുരുഷന്മാരുടെ സർവാധിപത്യം, അല്ലെങ്കിൽ ഏത് ജാതി മതത്തിലുള്ളവരാണെങ്കിലും സ്ത്രീകളെ അടിച്ചമർത്തിയിരുന്ന ഒരു കാലഘട്ടമാണ്, ഇരുണ്ട കാലഘട്ടമാണ് പഴയ കേരളത്തിലുണ്ടായിരുന്നത്. ഇവരിൽ അല്പമെങ്കിലും ഭേദമുണ്ടായിരുന്നത് ക്ഷത്രിയ സ്ത്രീകൾക്കായിരുന്നു. അതായത് രാജഭരണമൊക്കെ കയ്യിലുണ്ടായിരുന്നവർക്ക് പോലും. എന്നാൽ അവിടെ പോലും രാജാവിൻ്റെ മൂത്ത സഹോദരിയാണ് രാജ്ഞിയായിട്ട് വരിക. അവരുടെ മക്കളാണ് അല്ലെങ്കിൽ അതിലെ ഏറ്റവും മൂത്ത മകനാണ് രാജാവാകാനുള്ളത്. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ഭാര്യ പോലും അല്ലെങ്കിൽ ഭർത്ത സഹോദരി പറയുന്നതിനപ്പുറം അടിമയെ പോലെ ജീവിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ കുറച്ച് സ്ത്രീകൾക്കെങ്കിലും അല്പം ഭേദമായിരുന്നു എന്ന് തോന്നിയെങ്കിൽ പോലും അവിടെയുള്ള മുഴുവൻ സ്ത്രീകൾക്കുമല്ല, ഏതാനും ചില സ്ത്രീകൾക്ക് മാത്രമായിരുന്നു. അതായത് സ്ത്രീകളുടെ ശവക്കല്ലറയായിരുന്നു പഴയ കേരളം. താഴ്ന്ന ജാതിക്കാരെല്ലാവരും അടിമകളെ പോലെ അല്ലെങ്കിൽ പുഴുക്കളെ പോലെ നരകിച്ചിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഈ ഒരു കാര്യവും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ആധുനിക ലോകത്ത് അല്ലെങ്കിൽ ആധുനിക കേരളത്തിൽ പോലും എവിടെയെങ്കിലും ഒരാളെ തല്ലിക്കൊന്നു, അല്ലെങ്കിൽ യുപിയിലും ബീഹാറിലും ഒക്കെ ആൾക്കൂട്ട കൊലകൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇന്നതൊരു വാർത്തയാണ്. എന്നാൽ ഏതാനും നൂറ്റാണ്ട് മുൻപുള്ള കേരളത്തിലെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വഴിയരികിൽ തീണ്ടാപ്പാട് അകലം പാലിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് അപ്പോൾ തോന്നുന്ന കോപത്തിൻ്റെ പുറത്തോ ഒക്കെ അവർണരായിട്ടുള്ളവരെ എങ്ങനെ വേണമെങ്കിലും തല്ലിക്കൊല്ലാനും ഇല്ലാതാക്കാനും ഒക്കെ സവർണർക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ആരും അവരോട് ചോദിച്ചിരുന്നില്ല. ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കാരണം യൂറോപ്പിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് ആധിപത്യം നേടിയതും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും ഇസ്ലാം മതത്തിൻ്റെ ഇവിടെയുള്ള വ്യാപനവും ഒക്കെ തന്നെയാണെന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. സ്ത്രീകളുടെ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട ഹിന്ദു കോഡ് ബില്ല് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നിവിടെയുള്ള ഹിന്ദു സ്ത്രീകൾ ഈ ഭേദപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പോലും അതുപോലെ ഒരു ബില്ല് പാസ്സാകുമോ എന്ന് സാമാന്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. നെഹ്റുവിൻ്റെയും അംബേദ്കറുടെയും ഒക്കെ വെളിച്ചം തന്നെയാണ് ഇന്നും നമ്മുടെ ഭരണഘടനയെ നയിക്കുന്നത്. ആർഷഭാരത സംസ്കാരം, അത് ചുരുക്കി പറഞ്ഞാൽ ആഭാസം എന്നാണ്. അത് തന്നെയാണ് ശരി. അങ്ങനെയായിരുന്നു ഭാരതം മുഴുവൻ. ഭാരതം മുഴുവൻ ഒരു ഭ്രാന്താലയമായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നത്. അവരിവിടെ വന്നിട്ട് ചൂഷണം ചെയ്യുക തന്നെയായിരുന്നു, ഈ രാജ്യത്തെ മുച്ചൂട് നശിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ഗുണഫലമായിട്ട് സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിലെ അല്ല ഭാരതത്തിലെ ഭൂരിഭാഗം വരുന്നതും ദളിതരായിരുന്നു, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവരായിരുന്നു. മുകളിലുള്ളവർ അല്ലെങ്കിൽ സുഖിച്ച് ജീവിച്ചിരുന്നവർ വളരെ കുറവായിരുന്നു. ഈ താഴ്ന്ന ജാതിയിലുള്ളവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദളിതരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലഘട്ടം തന്നെയായിരുന്നു അതിനു മുൻപുള്ള കാലഘട്ടത്തെക്കാളും എന്തുകൊണ്ടും നല്ലത്. ബ്രിട്ടീഷുകാർ ഇവിടെ മാറ്റം കൊണ്ടുവന്നു എന്നല്ല പറയുന്നത്. എന്നാൽ അവർ ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്തിരുന്നു. യൂറോപ്പിൽ നിന്നും, അത് ബ്രിട്ടനിൽ നിന്ന് മാത്രമല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വന്ന മിഷണറിമാർക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള അവകാശം അവർ കൊടുത്തു. അവർക്ക് എല്ലാ സഹായങ്ങളും പണമായിട്ടും ഒക്കെ ഇവരെ സഹായിച്ചിരുന്നു. ചിലർ പറയാറുണ്ട് ഇവിടെയുള്ളവരെല്ലാം വലിയ വിശാല മനസ്കതയുള്ള രാജാക്കന്മാരായിരുന്നു. അവർ മറ്റുള്ളവരെ ഇങ്ങോട്ട് സ്വീകരിച്ചതുകൊണ്ടും
അല്ലെങ്കിൽ അവർ വളരെ സമചിത്തതയോടെ ഇരുന്നത് കൊണ്ടുമൊക്കെയാണ് ഇവിടെ മറ്റു മതങ്ങൾ വളർന്നത് എന്ന് അല്ല. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അവർക്കെതിരെ ചെയ്യാനായിട്ട്, ഇപ്പോൾ കേരളത്തിലെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മലബാർ പോലെയുള്ള കാര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ രാജാവാണ് ഭരിക്കുന്നതെങ്കിൽ പോലും ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അതായത് രാജാവ് ഒരു പാവ മാത്രമായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പറയുന്നതാണ് നടന്നിരുന്നത്. രാജാവിൻ്റെയും ദിവാൻ്റെയും തൊട്ടപ്പുറം നിന്നിരുന്നത് ഒരു ബ്രിട്ടീഷ് റെസിഡൻ്റ് ആണ്. ഇവരെ അറിയിക്കാതെ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനവും എടുക്കാൻ രാജാവിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ തടയുവാനായിട്ട് ഫലത്തിൽ രാജാക്കന്മാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എന്നാൽ മറ്റൊരു കാര്യം, അതായത് താഴ്ന്ന ജാതിയിലുള്ള ഒരുപാട് പേര് ക്രിസ്തു മതത്തിലേക്ക് പോയതും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് പോയതുമൊക്കെ ഇവരെന്തുകൊണ്ട് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാര്യം ബ്രിട്ടീഷുകാരല്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവരെ സ്വന്തം കൂട്ടരായിട്ട് ഇവരൊന്നും കണ്ടിരുന്നില്ല. ഇന്ന് ഹിന്ദു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം കണക്കിലെടുക്കുന്നുണ്ടെങ്കിൽ അന്ന് ക്ഷത്രിയർ അല്ലെങ്കിൽ നമ്പൂതിരിമാർ തുടങ്ങിയവരൊന്നും ഈ താഴ്ന്ന ജാതിയിലുള്ളവരെ, അതായത് അന്ന് നായന്മാർ പോലും ഇവർക്ക് താഴ്ന്ന ജാതിയാണ്, ഈഴവർ മാത്രമല്ല, അവരെ ഏത് കൂട്ടരാണെന്നുള്ള ചിന്ത പോലും ഇവർക്കില്ല. അവരെങ്ങോട്ട് പോയാൽ ഇവർക്ക് എന്താണ്? അവർക്ക് ആവശ്യം അവർക്ക് പണിയെടുക്കാൻ ആളെ കിട്ടണം. ഒന്നും കൂലി കൊടുക്കാതെ അടിമപ്പണി ചെയ്യാൻ ഇവർ അവരുടെ പാടങ്ങളിലും അല്ലെങ്കിൽ പണിസ്ഥലത്തുമൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അവർ ക്രിസ്തു മതത്തിലേക്ക് പോകുന്നതോ ഇസ്ലാം മതത്തിലേക്ക് പോകുന്നതോ ഒന്നും ഇവരെ സംബന്ധിച്ച് പ്രശ്നമായിരുന്നില്ല. ഇതാണ് ആ രണ്ട് സാഹചര്യങ്ങൾ. ബ്രിട്ടീഷുകാരുടെ തോട്ടങ്ങളിലും ഓട്ട് കമ്പനികളിലും നെയ്ത്ത് ശാലകളിലും ഒക്കെ തുടങ്ങി അല്ലെങ്കിൽ ബ്രിട്ടീഷ് നഗരങ്ങളിലുമൊക്കെ മറ്റൊരു ജീവിതം കണ്ടവർ കേരളത്തിൽ നവോത്ഥാനം വേണമെന്നുള്ള ആവശ്യങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് പറയാം. അതായത് കേരളത്തിലെ നവോത്ഥാന നായകർ, ഭാരതത്തിലെ നവോത്ഥാന നായകർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ആശയം അവരുടെ മനസ്സിലേക്ക് വന്നത് മഹത്തായ ഭാരതീയ സംസ്കാരത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ ഉപനിഷത്തുകളിൽ നിന്നോ അതിനിഗൂഢമായ കാടുകളിൽ നിന്നോ തപോവനങ്ങളിൽ നിന്നോ ഒന്നുമല്ല. വിദേശത്ത് നിന്ന് ഇവിടെ വന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്തമായ ജീവിതം കണ്ട് ശീലിച്ച ആളുകൾ ഞങ്ങൾക്കും ഇങ്ങനെ തന്നെ ജീവിക്കണം, ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട്, ഞങ്ങളും മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. ഇവിടെ ഒരുപാട് പള്ളികൾ സ്ഥാപിക്കപ്പെടുന്നു. മിഷണറിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തു മതം ഇവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി അവർ ഒരുപാട് പള്ളികൾ സ്ഥാപിച്ചു. ഈ പള്ളികളെല്ലാം തോറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചപ്പോൾ അങ്ങനെയാണ് പള്ളിക്കൂടങ്ങൾ എന്നുള്ള പേര് പോലും വരുന്നത്. ഇവിടെയൊക്കെ അവർ ജാതിയും മതവും നോക്കിയല്ല കുട്ടികളെ ചേർത്തിരുന്നത്. താഴ്ന്ന ജാതിയിലുള്ളവർക്കും പഠിക്കാൻ, വിദ്യാഭ്യാസം ലഭിക്കുവാൻ സാഹചര്യം ഒരുങ്ങുന്നത് അപ്പോഴാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത പല കാര്യങ്ങളുടെയും ക്രെഡിറ്റ് മിക്കവാറും ബ്രിട്ടീഷുകാർക്ക് പോകാറുണ്ട്. അതുകൊണ്ടാണ് പലരും എപ്പോഴും ബ്രിട്ടീഷുകാരെ സ്തുതിക്കുന്നത്. അവരിവിടെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നല്ല രീതിയിലേക്ക് മനുഷ്യരെ പോലെ സാധാരണക്കാർക്കും ജീവിക്കാൻ സാധിച്ചത്. നായർ മാടമ്പികൾക്കോ അല്ലെങ്കിൽ സവർണർക്കോ തങ്ങളെ ഏത് നിമിഷവും തല്ലിക്കൊല്ലാം എന്നുള്ള സാഹചര്യമൊക്കെ മാറുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അവരോരോ കാര്യങ്ങൾക്ക് കേസുകളായിട്ടും പ്രതിഷേധങ്ങളായിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് അടുത്ത് ചെല്ലുമ്പോൾ അവരിതെല്ലാം ശരിവെക്കുകയും രാജാവിനെ കൊണ്ട് വിളംബരം ഇറപ്പിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് മിഷണറിമാർ ഉദ്ദേശമൊക്കെ ഇവിടെ നടന്നു. അവരിവിടെ വരുമ്പോൾ കാണുന്നത് സാധാരണക്കാരെ ഈ മാടമ്പികളെല്ലാം തല്ലിക്കൊല്ലുന്നതും മറ്റുമൊക്കെയാണ്. അവർ മനുഷ്യരാണെന്നുള്ള പരിഗണന പോലുമില്ല. ഇതൊന്നും ഇവിടെ പാടില്ലെന്നും അല്ലെങ്കിൽ സതി പോലെയുള്ള കാര്യങ്ങൾ നിർത്തണമെന്നും ഒക്കെ ആദ്യം പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം മിഷണറിമാരാണ്. അതിന് ബ്രിട്ടീഷുകാരെ നിയമപരിരക്ഷ കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ സദാചാര ബോധം വരുന്നത് പോലും ഈ യൂറോപ്യന്മാരുടെ വരവോടെയാണ്. കാരണം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് പല ഭർത്താക്കന്മാരുണ്ടാവുക, ഒരാൾക്ക് തന്നെ പല ഭാര്യമാരുണ്ടാവുക, ഓരോ ജാതിയിലും ഓരോ തരത്തിൽ. നമ്മൾ ഇന്ന് പറയുന്നു യൂറോപ്പിലെ സംസ്കാരം എത്ര മോശമാണ്, മഹത്തായ ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലുള്ളവരെ കണ്ടുപഠിക്കണം, നമുക്ക് അവരെ അനുകരിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്നത് എങ്ങനെയുള്ളതാണ്? ബഹുഭാരിത്വം അല്ലെങ്കിൽ ബഹുഭർത്തത്വം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം വിക്ടോറിയൻ സദാചാരവുമായിട്ട് ഒത്തുനോക്കിയാണ് നമുക്കും ഒരാൾക്ക് ഒരു ഇണ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണ്ടു പഠിക്കുന്നത് പോലും. തിരിച്ചറിയണം ഈ ചരിത്രമൊക്കെ. നമ്മളിപ്പോഴും നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ ആനകുതിര കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പഴയ സംസ്കാരം നല്ലതാണ്, പഴയ കേരളം മികച്ചതാണ് എന്നൊക്കെ. അല്ല, നരകമായിരുന്നു ഇതെല്ലാം. ഇതൊക്കെ പറയുമ്പോൾ അമേരിക്കയിൽ റെഡ് ഇന്ത്യൻസിനെ മുഴുവൻ കൊന്നൊടുക്കിയത് യൂറോപ്യൻസ് അല്ലേ? അല്ലെങ്കിൽ ഈ യൂറോപ്പിൽ തന്നെയും അടിമ സമ്പ്രദായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഇവരൊക്കെ എന്നാണ് നന്നായത് എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായും അവർക്കും ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അവർ പിന്നീട് സ്വീകരിച്ച നവോത്ഥാനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർക്ക് വന്ന അവകാശങ്ങൾ, ആ മൂല്യങ്ങളും ഒക്കെ ഒരു പരിധിവരെ പിന്നീട് ഭാരതത്തിലേക്കും വരികയായിരുന്നു.
പണ്ടേ തന്നെ യൂറോപ്പിലൊക്കെ വീശിയ വെളിച്ചം ഭാരതത്തിലേക്ക് വരുന്നത് വൈകി മാത്രമാണ്. എന്നാൽ അവരിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അത് പിന്നെയും വൈകുമായിരുന്നു. ഇന്ന് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ മനുഷ്യാവകാശങ്ങളുടെ 10% പോലും നമുക്ക് ഈ സമയത്ത് ലഭ്യമാകുമായിരുന്നില്ല ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ അന്ന് ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ. അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരവും സനാതന ധർമ്മവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആ പഴയ കാലഘട്ടത്തിൽ തന്നെയായിരിക്കും. പണ്ടത്തെ ക്രിസ്തുമതം പോലും എങ്ങനെയായിരുന്നു? കുരിശ് യുദ്ധങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ നടന്നിരുന്ന പല കാര്യങ്ങളും ഒക്കെ, കൂട്ടക്കൊലകളും ഇതെല്ലാം ചെയ്തിരുന്ന ഒരു മതം തന്നെയായിരുന്നു ക്രിസ്തുമതം. എന്നാൽ ഇങ്ങനെയുള്ള അനാചാരങ്ങളും ഒക്കെ മൂലം ഇത് തകർന്ന് തരിപ്പണമാകുമെന്നുള്ള അവസ്ഥയിൽ വന്നപ്പോൾ അവര് ഒഴുക്കിനെതിരെ നീന്താതെ ഒഴുക്കിനനുസരിച്ച് നീന്തി. അന്ന് യൂറോപ്പിലൊക്കെ ഉയർന്നു വന്ന നവോത്ഥാനങ്ങളെ അവർ സ്വീകരിച്ചു. അങ്ങനെയാണ് ക്രിസ്തുമതം ഇന്നത്തെ ഭേദപ്പെട്ട ക്രിസ്തുമതമായിട്ട് മാറിയിരിക്കുന്നത്. കുരിശുദ്ധ കാലഘട്ടത്തിലെ ക്രിസ്തുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്കറിയാവുന്ന ക്രിസ്തുമതമല്ല. മാർപ്പാപ്പമാരുടെ ആശീർവാദത്തോടെ കൊന്നൊടുക്കാനും വെട്ടിപ്പിടിക്കാനും പടകൾ നീങ്ങിയിരുന്ന, സകല ക്രൂരതകളും ചെയ്തിരുന്ന ക്രിസ്ത്യൻ സൈനിക വിഭാഗങ്ങളും അല്ലെങ്കിൽ അവയെ ഭരിച്ചിരുന്ന രാജാക്കന്മാരും, വെട്ടിപ്പിടിക്കുന്ന സ്ഥലങ്ങളെല്ലാം മാർപ്പാപ്പമാരുടെ മുൻപിൽ കൊണ്ടുപോയി പ്രണമിച്ചിരുന്ന രാജാക്കന്മാരും ഒക്കെ നിറഞ്ഞതായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ ക്രിസ്തുമതം. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, പണ്ട് ക്രിസ്തുമതം ഇങ്ങനെയായിരുന്നില്ലേ, ഇപ്പോൾ അവർ നന്നായില്ലേ, ഞങ്ങൾക്ക് ഒരു 400 വർഷം തരൂ, ഞങ്ങളും നന്നാവാം എന്നൊക്കെ. കേരളം ഇന്ന് നമ്മൾ വിളിക്കുന്ന സംസ്ഥാനം രൂപപ്പെട്ടത് അടുത്തിടയ്ക്കാണ്. എന്നാൽ കേരളം എന്ന് നമ്മൾ പറയുന്ന ഈ ഭൂപ്രദേശങ്ങളിലെല്ലാം വളരെ പണ്ടേ തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിംസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ക്രിസ്തുമതം ആരംഭിക്കുന്നത് എന്ന് മുതലാണോ അന്ന് മുതലേ കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ട്. അവരെ നസ്രാണികളെന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. അതുപോലെ തന്നെ ഇസ്ലാം മതം എന്ന് ആരംഭിച്ചോ അന്ന് മുതലേ തന്നെ കേരളത്തിൽ ഇസ്ലാം മതവും ഉണ്ട് എന്നുള്ളതാണ് ചരിത്രം. ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതിപുരാതന കാലം മുതലേ തന്നെ കേരളത്തിൽ യൂറോപ്പിൽ നിന്നും അല്ലെങ്കിൽ റോമിൽ നിന്നും അതുപോലെ ചീനയിൽ നിന്ന് ചൈനക്കാരും അതുപോലെ അറബികൾ ഇവരൊക്കെ വ്യാപാരത്തിന് വന്നിരുന്നു. അവരിവിടെ ആധിപത്യത്തിന് വന്നതല്ല, നോട്ട് ദ പോയിന്റ്. അവരുടെ ഉദ്ദേശം കച്ചവടമായിരുന്നു. എങ്കിൽ പോലും ഇത്തരം സമൂഹങ്ങൾ കുറെ ഇവിടെ നിൽക്കുകയും അല്ലെങ്കിൽ ഇവിടെയുള്ളവരെ സ്വാധീനിക്കുകയും. നസ്രാണികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ കൊണ്ട്, ഒന്ന് കച്ചവടത്തിന് വന്ന കുറച്ച് പേര് ഇവിടെ സ്ഥിരമായി നിന്നവരുണ്ട്. അതുപോലെ ആദിമ ക്രൈസ്തവരൊക്കെ നിലനിന്നിരുന്ന സമൂഹങ്ങളിൽ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ, അവരെ ആട്ടിപ്പായിച്ചപ്പോൾ, അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ അവരിൽ കുറെ പേര് ഈ പഴയ കേരളത്തിൽ വന്ന് താമസിച്ചവരുമുണ്ട്. അവർ ഭൂരിഭാഗം ആളുകളും കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലൊക്കെ കാടും മറ്റുമൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തും കച്ചവടം ചെയ്തും ഒക്കെ ജീവിച്ചവരാണ്. എന്നാൽ അവർ ഇവിടെയുള്ള സവർണരുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതേ പ്രാതിനിധ്യമുള്ള ഇവിടുത്തെ ദളിതര് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവർ നേരിടേണ്ടി വന്ന ഒരു ജാതീയമായ ഉച്ചനീചത്വങ്ങളും ഒക്കെ നേരിടാതെയാണ് നിലനിന്നിരുന്നത്. അവർക്ക് കാര്യം കുരിശും പ്രാർത്ഥനകളും അല്ലെങ്കിൽ അന്നത്തെ പള്ളികൾ എന്ന് പറയുന്ന ചാപ്പൽ പോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ നൂറ്റാണ്ടുകൾ കൊണ്ട് അവരുടെ ജീവിത രീതിയും ഇവിടുത്തെ ഹിന്ദുക്കളുടെ ജീവിത രീതിയും തമ്മിൽ കാര്യമായ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ ഗാമയൊക്കെ ഇവിടെ വരുമ്പോൾ ഒരു ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ചെന്ന് പള്ളിയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. കാരണം അന്ന് ക്ഷേത്രങ്ങളും ഈ പറയുന്ന പള്ളികളുമൊക്കെ ഒരേപോലെ തന്നെയാണ് ഇരുന്നത്. ആചാരങ്ങളുമൊന്നും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കുരിശ് പോലെയുള്ള ചില കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അവരെ ക്രിസ്ത്യാനികളെന്നല്ല നസ്രാണികളെന്നാണ് വിളിച്ചിരുന്നത്. ഇതുപോലെ തന്നെ 1-ാം നൂറ്റാണ്ട് മുതലൊക്കെ തന്നെ അറബികൾ ഇവിടെ വന്നിരുന്നവരും അവരുടെ ചെറിയ സെറ്റിൽമെൻറ്റുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പഴയ കോഴിക്കോട് തുറമുഖം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അന്ന് ഇസ്ലാം മതം ആരംഭിച്ചിട്ടില്ല. പിന്നീട് ഇസ്ലാം മതമൊക്കെ രൂപപ്പെടുന്ന കാലഘട്ടത്തിലും അന്നും ഈ കാര്യങ്ങൾ കച്ചവടമൊക്കെ തുടർന്നതോടെ ഇസ്ലാമിൻ്റെ ആരംഭം മുതലേ തന്നെ കേരളത്തിലും ഇസ്ലാം മത വിശ്വാസികളുണ്ട്. കേരളത്തിലെ ക്രൈസ്തവരുടെയും അതുപോലെ ഇസ്ലാം മത വിശ്വാസികളുടെയും കാര്യം പറയുമ്പോൾ വളരെ പഴയ കാലം മുതലേ തന്നെ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതലേ ഒക്കെ തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നവരുമുണ്ട്. അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞ് പോർച്ചുഗീസുകാർ തുടങ്ങി യൂറോപ്യൻ ശക്തികൾ ഇവിടെ ആധിപത്യത്തിന് വന്നപ്പോൾ അവരുടെ ഭാഗമായിട്ട് വന്ന മിഷണറിമാരുടെയും മറ്റുമൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഇവിടെ പിന്നീട് ഉണ്ടായ അല്ലെങ്കിൽ മതം മാറി ക്രിസ്ത്യാനികളായവരുമുണ്ട്. ഇങ്ങനെയുള്ള ഈ നസ്രാണികൾ അവർക്ക് മതപരിവർത്തനമൊന്നും അവരുടെ ഉദ്ദേശമായിരുന്നില്ല. അവർ മറ്റുള്ളവരുമായിട്ട് ഒട്ടും മിങ്കിൾ ചെയ്യാതെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിച്ചു. സിറിയൻ കത്തോലിക്കർ എന്നൊക്കെ പറയുന്നത്, അതായത് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇത് പറഞ്ഞതാണ് എന്ന് കരുതി ഇന്ന് സിറിയൻ കത്തോലിക്കരുള്ള എല്ലാവരും ഈ പറയുന്ന പോലെ അന്ന് മുതലേ ഉള്ളവരാണ് എന്നല്ല പറയുന്നത്. കാലക്രമത്തിൽ ഇതിലെല്ലാം കലർപ്പുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ പിന്നീട് നൂറ്റാണ്ടുകൾക്കിപ്പുറം പോർച്ചുഗീസുകാർ തുടങ്ങി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായപ്പോഴും പോർച്ചുഗീസുകാർ തുടങ്ങിയുള്ള മിഷണറിമാരുടെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ തന്നെയും മതം മാറ്റുന്നതിൽ അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു.
അവരുടെ പണ്ടകശാലകളും അല്ലെങ്കിൽ അവർ തീരപ്രദേശങ്ങളോടും ഒക്കെ ചേർന്നിട്ട് ഏറ്റവും അധികം സാധാരണമായിട്ടുള്ള ആളുകളെ എല്ലാം മതം മാറ്റി അവരെ ക്രിസ്ത്യാനികളാക്കുവാൻ ഇവർക്ക് എളുപ്പവുമായിരുന്നു. കാരണം അവരുടെ സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു ഇവർ കൂടുതൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളവർ ഭൂരിഭാഗവും ഈ തീരപ്രദേശത്തുള്ള മുക്കുവരായിരുന്നു എന്ന് കാണാം. അപ്പോൾ ഇതുമല്ലാതെ ഇടനാടുകളിൽ, അതായത് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളൊക്കെ ഏറ്റവും അധികം അനുഭവിച്ചിരുന്ന കേരളത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലും ഇടനാടുകളിലും ഒക്കെ ഉള്ളവരെ പിന്നീട് ക്രിസ്ത്യൻ മിഷണറിമാർ ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലഘട്ടത്തിലുമൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് മതം മാറ്റുകയും ക്രിസ്ത്യാനികളാക്കുകയും ചെയ്തു. നിർഭാഗ്യകരമെന്ന് പറയേണ്ട ഒരു കാര്യം, മുൻപ് പറഞ്ഞ ആദിമ ക്രിസ്ത്യാനികൾ കേരളത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നസ്രാണികൾ എന്ന് പറയാവുന്നവരും ആ ഒരു വിഭാഗം പണ്ടും അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇന്നും പുതിയതായി ക്രിസ്ത്യാനികളായവർ അല്ലെങ്കിൽ താഴ്ന്ന ജാതികളിൽ നിന്നും ക്രിസ്ത്യാനികളായി മാറിയവരോട് വെച്ച് പുലർത്തുന്ന മനോഭാവം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സവർണര് അവർണരോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ തന്നെയാണ്. അതായത് ക്രിസ്തു മതത്തിനിടയിൽ കേരളത്തിൽ തന്നെയും ജാതീയമായ ചിന്തകളുണ്ട്, ഇന്നും അത് ശക്തമാണ്. അതായത് ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഏത് വിഭാഗക്കാരനാണ് എന്നുള്ള രീതിയിലുള്ള മനോഭാവം. ദളിത് ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ ബ്രിട്ടീഷ് ആധിപത്യത്തിനൊക്കെ കീഴിൽ കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ മതം മാറിയാൽ, ക്രിസ്ത്യാനി ആയാൽ അല്ലെങ്കിൽ മുസ്ലിം ആയാൽ ജാതീയമായിട്ടുള്ള ഒരുപാട് ഉപദ്രവങ്ങളിൽ നിന്നും ഒക്കെ അവർക്ക് സംരക്ഷണം കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ പലരും മതം മാറി. ഒരുപാട് പേര് ക്രിസ്ത്യാനികളായി, ഒരുപാട് പേര് ഇസ്ലാം മതത്തിലേക്ക് പോയി. ക്രിസ്ത്യാനികൾക്കത് മാർഗം കൂടുക എന്ന് പറയും. അല്ലെങ്കിൽ ഇസ്ലാമിലാണെങ്കിൽ പൊന്നാനിയിൽ പോയി തൊപ്പി വെച്ച് സുന്നത്ത് ചെയ്ത് വരിക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവർ മതം മാറി. പിന്നീട് ഇവർക്ക് പഴയതുപോലെയുള്ള അനാചാരങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നില്ല. ഇവരുടെ ജന്മികൾക്കും തമ്പുരാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാടത്ത് പണിയാൻ അവരുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ആവശ്യം നടക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. തന്നെയുമല്ല പഴയതുപോലെ ഒരുപാട് ഇവരെ ഉപദ്രവിക്കാനൊന്നും ഇപ്പോൾ സാധിക്കുന്നില്ല, കാരണം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ്. എങ്കിൽ പോലും കാലം മുന്നോട്ട് പോയപ്പോൾ ഇവർ ക്രിസ്ത്യാനികളായപ്പോൾ അവർക്ക് ഞായറാഴ്ച പ്രാർത്ഥിക്കുവാൻ പോകണം, അതായത് ഞായറാഴ്ച അവർ വരാതെയായി. അതുപോലെ കൂലി ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഏറ്റവും പ്രത്യേകിച്ച് അവർ മറയ്ക്കുവാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ നായർ മാടമ്പികൾക്കും മറ്റുമൊന്നും ഇത് പിടിക്കാതെ പലയിടത്തും കേരളത്തിൽ പല ചരിത്ര സംഭവങ്ങളും ഉണ്ട്, ഇതെല്ലാം എടുത്ത് വലിച്ചു കീറുകയും, അതായത് കുറേ അധികം മിഷണറിമാർ ഇവർക്ക് ഉടുക്കാൻ തുണി എടുത്തു കൊടുത്തപ്പോൾ ആ തുണി പറിച്ചെടുക്കുവാനായിട്ട് കുറേ അധികം മാടമ്പികൾ ഉണ്ടായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് ഇവരെ സംഘടിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുന്നതും എല്ലാം ഇതേ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അങ്ങനെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന കേണൽ മൺറോ സാഹിബ് ക്രിസ്ത്യാനികൾക്ക് 1812 മറയ്ക്കാൻ അവകാശമുണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്നുള്ളൊരു വിളംബരം ഇറക്കുകയാണ്. എന്നാൽ അത് കേരളത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ഒന്നും എത്താതെ വീണ്ടും ഇത്തരം കൂട്ടക്കൊലകളും താഴ്ന്ന ജാതിക്കാരെയും ഒക്കെ ഉപദ്രവിക്കുന്നത് തുടർന്നപ്പോൾ വീണ്ടും ക്രിസ്ത്യൻ മിഷണറിമാർ പ്രവർത്തിക്കുകയും രാജാവിനെ കൊണ്ട് തന്നെ വിളംബരം ഇറക്കുകയും ഇങ്ങനെയൊക്കെയാണ് ക്രിസ്ത്യാനികളായവർക്ക് മറയ്ക്കാനുള്ള അവകാശങ്ങൾ ലഭിക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായ ഒരു അതോറിറ്റിയിൽ നിന്ന് മറയ്ക്കാനുള്ള അവകാശം ഉണ്ടാവുന്നത് ഈ വിളംബരത്തോടെയൊക്കെയാണ്. ബാക്കിയെല്ലാം പിന്നെയാണ്. അതായത് മിഷണറിമാർ വെട്ടിയ പാതയിലൂടെയാണ് കേരളത്തിലെ നവോത്ഥാനം വന്നത്, അല്ലെങ്കിൽ അത് പച്ച പിടിച്ചത് എന്ന് തന്നെയാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ ചുരുക്കം. 1829 ഫെബ്രുവരി 3 ക്രിസ്ത്യാനികളായിട്ട് മാറിയവർക്ക് ഞായറാഴ്ചകളിൽ പണിക്ക് പോകേണ്ട ആവശ്യമില്ല, അത് അവരുടെ അവകാശമാണ് ആ അവധി. അന്ന് ഊഴിയം വിലയും പാടില്ല എന്നൊക്കെയുള്ള വിളംബരം ഇറങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ കാണുന്ന മറ്റ് ജാതിയിലുള്ള അല്ലെങ്കിൽ സാധാരണ ജാതിയിലുള്ളവർ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചിന്തിക്കും? ക്രിസ്ത്യാനി ആവുകയാണെങ്കിൽ ഞായറാഴ്ച അവധി കിട്ടും, അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടും, കുഴികുത്തി പാളയിൽ ഒഴിച്ചു തരുന്ന കഞ്ഞിക്ക് പുറമെ കൂലിയും ഉണ്ടാകും, മറിച്ച് നടക്കാം. അന്ന് നാണം മറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റ് അല്ല, ഇതൊരു അവകാശമാണ്. ഞാനൊരു മനുഷ്യനായി എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവർക്ക് വരുന്നതിൻ്റെ ഭാഗമാണ് അതൊക്കെ. ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിന്നിരുന്നത് കൊണ്ട് തന്നെ രാജകുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ രാജാവിന് തന്നെയും സാധാരണക്കാർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കേണ്ടി വന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് പലരും തിരുവിതാംകൂറിൻ്റെ ഉദാര മനസ്കതയും അല്ലെങ്കിൽ അവർ നവോത്ഥാനം തുറന്നിട്ടു എന്നുള്ള രീതിയിൽ അത് ശരിയായിരിക്കാം, എന്നാൽ അതിൻ്റെ കാരണം മുൻപ് പറഞ്ഞതൊക്കെയാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ മഹാരാജാസ്, ഇന്നത്തെ കോളേജുകളൊക്കെ വരുന്നത്. എന്നാൽ മിഷണറിമാർ തുടങ്ങിയ പള്ളിക്കൂടങ്ങളും അതുപോലെ ഒന്നുമല്ല. നായർമാരിൽ കുറഞ്ഞ ആരെയും അന്നൊന്നും പഠിപ്പിക്കാൻ ഇവർ കയറ്റിയിരുന്നില്ല. അവർണവരിൽ ഉയർന്നവരായ ഈഴവർക്ക് പോലും 1890 വരെയും അവകാശം കൊടുത്തില്ല അവിടെ ഒന്നും പഠിക്കാനെന്നുള്ളതാണ്. 1830കളിലെ ഇതുപോലെ രാജഭരണത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ 1890 മാത്രമാണ് ഒരു അവർണ ജാതിയിൽ നിന്നുള്ള ഒരാൾക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നത്. പുലയർക്ക് 1910 മാത്രമാണ് പഠിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള കോളേജിൽ. അതായത് തിരുവിതാംകൂറിൻ്റെ കീഴിലൊക്കെ ഇങ്ങനെ ഓരോന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും
മിഷണറിമാർ ചെയ്തതുപോലെ ജാതി മതഭേദമന്യേ ഏവർക്കും വന്ന് പഠിക്കാം അല്ലെങ്കിൽ അക്ഷരം പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. മിഷണറിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഇവരും അതേ പാതയിലേക്ക് വരുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെയൊക്കെ കാര്യം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തെയൊക്കെയാണ് മഹാത്മാ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടത്. പഞ്ചമി എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടി അന്നത്തെ ഒരു വിദ്യാലയത്തിൽ കയറിയതിന് നായർ മാടമ്പിമാരെല്ലാം ആ സ്കൂള് കത്തിച്ച് കളഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ നിങ്ങൾ അവകാശം തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് പുല്ല് മുളയ്ക്കും എന്ന് പറഞ്ഞു നടന്ന സമരങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം മിഥ്യയാണ്, അങ്ങനെ ഒന്നും ഇല്ല. ഇന്നും നമ്മൾ ജാതിയും മതവും ഒക്കെ പറയുന്നു. പക്ഷേ ചരിത്രം പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് അന്നത്തെ സാഹചര്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ്. പഴയ അമേരിക്കയിലൊക്കെ ആദ്യമായിട്ടൊരു കറുത്ത വർഗ്ഗക്കാരൻ ഒരു സ്കൂളിൽ പഠിക്കാൻ സാധിക്കുന്നു, ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നു, ആദ്യത്തെ പോലീസിൽ അവൻ ചേരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിലൊക്കെ മാത്രമാണ് സാധാരണ ജാതിയിലുള്ള ഒരാൾക്ക് അക്ഷരം പഠിക്കാൻ പോലും സാധിക്കുന്നത്, മാറുമറയ്ക്കാൻ പോലും സാധിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മുടെ ഭാവനയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേരളമൊക്കെ വളരെ മനോഹരമാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ 5-10 നൂറ്റാണ്ടുകൾക്ക് മുൻപൊക്കെ നടന്ന ഒരു കാര്യം പോലെയാണ് നമ്മൾ ഓർക്കുന്നത്. അല്ല, മാറ്റം കൊണ്ടുവന്നതിൽ പ്രധാന ക്രെഡിറ്റ് പോകുന്നത് അന്ന് വന്ന ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തന്നെയാണ്. ഈ വീഡിയോ മുഴുവൻ കേട്ട എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.